Hello friends, അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു EZVIZ റൊട്ടേഷൻ ക്യാമറയാണ് കേട്ടോ. ഇതൊരു TY1 എന്ന് പറഞ്ഞ ഒരു മോഡലിൽ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ക്യാമറകളൊക്കെ പലരും വീടിൻ്റെയൊക്കെ സിറ്റ് ഔട്ടിലൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ആരെങ്കിലും ഈ ഒരു ക്യാമറയായിട്ട് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന്. കാരണം ഈ ടൈപ്പ് ക്യാമറകളിലൊക്കെ വീഡിയോ റെക്കോർഡ് ആവുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലിടുന്ന മെമ്മറി കാർഡിലാണ്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ക്യാമറയായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ തന്നെ ഇല്ലാതെയാവും. പക്ഷേ പുതിയ മോഡൽ ഇപ്പോൾ EZVIZലൊക്കെ നമുക്കറിയാം ക്ലൗഡ് റെക്കോർഡിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഒരു NVR വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു DVR വെച്ചാൽ അതിലേക്ക് ഈ ടൈപ്പ് ചെറിയ ക്യാമറകളുടെ വീഡിയോ സ്ട്രീം നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്യാമറ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലും ആ എടുത്തുകൊണ്ട് പോകുന്ന ആളുടെ വീഡിയോ നമുക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മൾട്ടി ബ്രാൻഡ് ക്യാമറകളും NVRകളും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ONVIF എന്നുള്ളൊരു പ്രോട്ടോക്കോൾ വഴിയാണ്. അതൊരു നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ക്യാമറകളിലൊന്നും അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഇതിൻ്റെ മാനുഫാക്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി ബ്രാൻഡ് NVRലേക്കൊക്കെ റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളാണ്. അതിൻ്റെ പേരാണ് RTSP പ്രോട്ടോക്കോൾ. അപ്പോൾ RTSP എന്ന് പറഞ്ഞാൽ റിയൽ ടൈം സ്ട്രീമിംഗ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാമറയെ വേണമെങ്കിൽ VLC മീഡിയ പ്ലെയറിൽ വരെ നമുക്ക് കാണാൻ കഴിയും. പോർട്ട് നമ്പർ 554 വരുന്ന ഈ ഒരു RTSP പ്രോട്ടോക്കോൾ വഴിയാണ് നമ്മൾ ഇന്ന് CP Plusൻ്റെ ഒരു NVRലേക്ക് ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു ക്യാമറയുടെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഫൈ ക്യാമറ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട്, അതായത് നമ്മുടെ NVR ഇരിക്കുന്ന അതേ നെറ്റ്വർക്കുമായിട്ട് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈഫൈ ക്യാമറയിൽ വൈഫൈ ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ TY1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ TY1 എതർനെറ്റ് കണക്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് നെറ്റ്വർക്ക് കേബിൾ എടുത്ത് കണക്ട് ചെയ്താലും മതി. അപ്പോൾ എങ്ങനെയായാലും നമ്മുടെ ആ ഒരു NVR ഇരിക്കുന്ന അതേ നെറ്റ്വർക്കിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ക്യാമറ ഇരിക്കേണ്ടതും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ കൂടെ നോക്കാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു കമ്പ്യൂട്ടറിൽ ഞാൻ EZVIZ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. EZVIZ സ്റ്റുഡിയോ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ അഡ്വാൻസ്ഡ് സെറ്റപ്പിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങളോട് നോക്കുകയാണെങ്കിൽ EZVIZ സ്റ്റുഡിയോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. EZVIZ സ്റ്റുഡിയോ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതും അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സെറ്റപ്പിലേക്ക് പോകുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഈ ഒരു കോൺഫിഗറേഷനകത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നതുകൊണ്ട് ഞാൻ വളരെ വേഗം അതൊന്ന് കാണിച്ചു തരാം. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കണം ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു TY1 ഇല്ലേ, നമ്മൾ ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തേക്കുന്ന TY1, അപ്പോൾ ആ ഒരു TY1 ക്യാമറയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ, ഞാൻ ചെയ്യുന്ന ഈ ഒരു കമ്പ്യൂട്ടറും ഈ നെറ്റ്വർക്കിൽ തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ഈ ക്യാമറയുടെയും NVRൻ്റെയും അതേ നെറ്റ്വർക്കിലാണ് ഈ ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റപ്പ് ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ EZVIZ സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട ഫയൽ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഇവിടെ നിങ്ങൾക്ക് ഇതതിൻ്റെ കോൺഫിഗറേഷൻ ഫോൾഡറാണ്. അപ്പോൾ ആ ഒരു കോൺഫിഗറേഷൻ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് ചെന്ന ശേഷം ഈ ആപ്പ് കോൺഫിഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഫയൽ കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്ത ശേഷം ഡെസ്ക്ടോപ്പിൽ നമ്മൾ പേസ്റ്റ് ചെയ്തിടുക. പേസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് പോകുക. അതായത് ഈ ഫയൽ നമ്മൾ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഈ ഫയലിൻ്റെ ഏറ്റവും എൻഡിലേക്ക് ചെല്ലുക. ഇതാണ് ഈ ഫയലിൻ്റെ ഏറ്റവും എൻഡ്, ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ അടിയിലായിട്ട് നമ്മൾ 2 ലൈൻ എഴുതി കൊടുക്കുക. ഒരു ബ്രേസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ലോക്കൽ സ്പേസ് ഒന്നുമില്ല, ഓപ്പറേഷൻസ് എഴുതുക. ലോക്കൽ ഓപ്പറേഷൻസ് എൻ്റർ ഷോ ഈക്വൽ ടു 1 എഴുതി കൊടുക്കുക. ഓക്കെ, ലോക്കൽ ഓപ്പറേഷൻസ് എന്നില്ല, ലോക്കൽ ഓപ്പറേഷൻ. അപ്പോൾ ലോക്കൽ ഓപ്പറേഷൻ ഷോ ഈക്വൽ ടു 1 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഫയൽ സേവ് ചെയ്യാം. അപ്പോൾ ഇത് ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കണ വീഡിയോ കണ്ടാൽ മതി. എന്നിട്ട് നമ്മൾ നേരെ വീണ്ടും ആ ഒരു ഈ ഫയലിലായിരുന്നു, ഈ കോൺഫിഗ് ഫയൽ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നുകൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. EZVIZ സ്റ്റുഡിയോ ഫയൽ ലൊക്കേഷൻ കോൺഫിഗ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മളത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫയൽ റീപ്ലേസ് ആവും. നമുക്ക് പുതിയ ഈ ഒരു കോൺഫിഗറേഷൻ ഫയൽ ഇങ്ങോട്ടേക്ക് വരും. കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനി EZVIZ സ്റ്റുഡിയോ ഒന്നും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ
നമുക്ക് ആ EZVIZ സ്റ്റുഡിയോയുടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ക്യാമറയ്ക്കുള്ള അഡ്വാൻസ്ഡ് സെറ്റപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ. ഇപ്പോൾ നെറ്റ്വർക്ക് എന്നും അഡ്വാൻസ്ഡ് എന്നുള്ള 2 ഓപ്ഷൻസ് ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒരു വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും. ഇത് ഈ ക്യാമറയുടെ അടിയിൽ എഴുതിയേക്കണ വെരിഫിക്കേഷൻ കോഡാണ്. അത് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ എൻ്റെ വെരിഫിക്കേഷൻ കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ അടിക്കുക. ഇപ്പം നമ്മൾ ക്യാമറയുടെ അഡ്വാൻസ്ഡ് സെറ്റപ്പിലേക്ക് പോയി. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ RTSP പ്രോട്ടോക്കോൾ വഴി ഈ ഒരു NVRലേക്ക് നമ്മൾ ഈ ഒരു ക്യാമറേനെ ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാമറയുടെ IP അഡ്രസ്സ് ഒരു കാരണവശാലും മാറിപ്പോകാൻ പാടില്ല. ഇപ്പോൾ നമുക്കറിയാം EZVIZ ക്യാമറകൾക്ക് പൊതുവേ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ NVRൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ആ ഒരു IP ചേഞ്ച് ആയി പോകും. അപ്പോൾ അങ്ങനെ ചേഞ്ച് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് എന്നുള്ള സെറ്റപ്പിലേക്ക് വന്നിട്ട് ഇവിടെ ഒപ്റ്റൻ IP ഓട്ടോമാറ്റിക്കലി എന്നുള്ള ആ ടിക്ക് എടുത്ത് ദൂരെ കളയുക. അപ്പോൾ 29.290 എന്നുള്ള IP അഡ്രസ്സ് പെർമനൻ്റ് ആയി. ഇനി നിങ്ങൾക്ക് 29.290 അല്ല വരേണ്ട, 290 മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു 200 വരുത്തണമെന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിന് വേറെ 200 യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ അങ്ങനെ മാറ്റം വരുത്തുന്നില്ല, ഞാനത് പെർമനൻ്റ് ആക്കി സെറ്റ് ചെയ്തേക്കുവാണ്. ഇപ്പോൾ ഈ 209 എന്ന് പറഞ്ഞ ഈ ഒരു IP അഡ്രസ്സ് ഇപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ. ഞാൻ അപ്ലൈ അടിക്കുന്ന സമയത്ത് ക്യാമറ ഒന്ന് റീബൂട്ട് ആവും കണ്ടോ, റീബൂട്ടിങ് സക്സീഡഡ്. ഇനി ആ ഒരു ക്യാമറയുടെ IP അഡ്രസ്സ് പെർമനൻ്റ് ആണ്, എപ്പോഴും അത് തന്നെ ആയിരിക്കും. ഇപ്പോൾ ക്യാമറേനെ ഇവിടെ നമ്മൾ റീഫ്രഷ് അടിക്കുമ്പോൾ കാണിക്കുന്നില്ല, കാരണം ഇപ്പോൾ ക്യാമറ റീബൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. റീബൂട്ടായ ശേഷം ക്യാമറ തിരിച്ച് വരുമ്പോൾ ആ IP പെർമനൻ്റ് ആയിട്ട് ഇതിൽ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് റീബൂട്ടായി വന്നിട്ടുണ്ട്. അത് നോക്കിയാൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യാമറയുടെ IP റീബൂട്ട് ആയിട്ടും മാറിയിട്ടില്ല, സെറ്റായിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ആകുന്ന സമയത്ത് മാറിപ്പോകും. അപ്പോൾ നമ്മൾ NVRലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ആ ഒരു സൈറ്റിലേക്ക് പോകേണ്ടതായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു സെറ്റപ്പ് ആദ്യം ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ NVR നമുക്കൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുകയാണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം എന്ന് വെച്ചാൽ മറ്റേ ഗൂഗിൾ ക്രോം മോസിലേക്ക് എടുക്കുമ്പോൾ എപ്പോഴും അത് പ്ലഗിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൽ നമുക്ക് ആ പ്ലഗിൻ ഇൻസ്റ്റാൾ ആക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല, വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാനുള്ളേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ NVRൻ്റെ IP 192.168.29.38 ആണ് കേട്ടോ, 38, അതായത് CP Plusൻ്റെ NVR. അപ്പം ഞാനത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നേരത്തെ തന്നെ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അഡ്മിൻ അതിൻ്റെ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ എൻ്റെ പാസ്വേഡ് ഞാനിവിടെ കൊടുക്കുവാണ്. പാസ്വേഡ് അടിച്ച് ലോഗിൻ കൊടുക്കുന്നു. ഞാൻ ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ NVR. ഇവിടെ ലൈവ് വ്യൂ എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മുടെ ക്യാമറേനെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ക്യാമറേനെ ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ റൈറ്റ് സൈഡിൽ, ഈ മാനേജ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിൽ നമുക്ക് ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ക്യാമറ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് വരിക. അപ്പോൾ ഇത് പല ആൾക്കാരും ചോദിക്കാം, ഇത് നമ്മൾ എന്തിനാണ് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നും ഇല്ലാതെ ഈ പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കും. ചെയ്യാൻ കഴിയും, പക്ഷേ നമ്മൾ മോണിറ്ററൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഭയങ്കര പാടാണ്. കാരണം ഒരു മൗസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. IP അഡ്രസ്സ്, അതിൻ്റെ പാസ്വേഡ്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതേസമയം നമുക്ക് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോർമൽ കേസിനകത്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടൊരു ക്യാമറേനെ ആഡ് ചെയ്യാൻ വേണ്ടി, CP Plusൻ്റെ ക്യാമറേനെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ ഡിവൈസ് സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ക്യാമറ വരും. നമുക്ക് ആ ക്യാമറനെ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാനുവൽ ആഡ് എന്നുള്ള മെത്തേഡിൽ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ മാനുവൽ ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കാരണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന പ്രോട്ടോക്കോൾ ഒരു ആപ്ലിക്കേഷൻ ലെയറിൽ വർക്ക് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മാനുഫാക്ചർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ജനറൽ, നമ്മൾ അന്ന് ഒരു ONVF പ്രോട്ടോക്കോൾ വെച്ചിട്ട് ഞാൻ നിങ്ങളെ ഒരു ക്യാമറ ആഡ് ചെയ്യുന്ന കാണിച്ചിരുന്നു. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ. ഇപ്പോൾ ഈ ജനറൽ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെയിൻ സ്ട്രീം, സബ് സ്ട്രീം എന്നുള്ള ഒരു 2 ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ആദ്യം എന്താണ് മെയിൻ സ്ട്രീം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ ഇപ്പോൾ ഒരു 4 ചാനൽ NVR അല്ലെങ്കിൽ DVR നമ്മൾ വെച്ച് കഴിയുമ്പോൾ 4 കോളംസ് ആയിട്ടായിരിക്കും അവിടെ ഡിസ്പ്ലേയിൽ ബൈ ഡിഫോൾട്ട് കിടക്കുക. നമ്മൾ ഫുൾ സ്ക്രീൻ അടിച്ച് അത് ഒരു സ്ക്രീനിലേക്ക് കാണുന്ന സമയത്ത് ഒറ്റ ക്യാമറേനെ ഒറ്റ വിൻഡോയിൽ കാണുന്ന രീതിയിലാക്കുമ്പോൾ അവിടെ വരുന്നത് മെയിൻ സ്ട്രീമാണ്.
അതേസമയം 4 ക്യാമറകൾ നമ്മൾ 4ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണുന്നതെന്ന് വെച്ചാൽ ആ ഓരോ ക്യാമറകളുടെയും വ്യൂ അപ്പോൾ വരുന്നത് സബ് സ്ട്രീമിലാണ്. കാരണം ഒരു ക്യാമറയ്ക്ക് പൊതുവെ 2 സ്ട്രീമാണുള്ളത്, ഒന്ന് മെയിൻ സ്ട്രീമും 2 സബ് സ്ട്രീമും. പിന്നെ ചില ക്യാമറകളിലൊക്കെ അഡ്വാൻസ്ഡ് ക്യാമറകളിലൊക്കെ എക്സ്ട്രാ സ്ട്രീം എന്ന് പറഞ്ഞൊരു 3rd സ്ട്രീമും കൂടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മെയിൻ സ്ട്രീമിൽ നമ്മളിപ്പോൾ ഇവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പോകണ ഇങ്ങനെയാണ്, ഒന്ന് നോക്കിക്കോ. RTSP: എന്ന് കൊടുക്കുക. സ്ലാഷ് വലത്തേക്കാണ് ഇടേണ്ടത്. അതിനുശേഷം ഇവിടെ നമുക്ക് യൂസർ ID കൊടുക്കുക, വീണ്ടും കോളൻ ഇടുക. ഓക്കെ, ഈ ഒരു കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു വെച്ചേക്കാം, നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയിട്ട് എഴുതാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പാസ്വേഡാണ്. ഞാനിപ്പോൾ എൻ്റെ ആ ഒരു പാസ്വേഡ് ക്യാമറയുടെ അടിയിലുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡ് ഇവിടെ കൊടുത്തു. വീണ്ടും എന്നുള്ള ഓപ്ഷൻ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു EZVIZ ക്യാമറയുടെ IP അഡ്രസ്സ് കൊടുക്കുക. 192.168.29. നമ്മൾ കുറച്ച് മുമ്പ് ഇവിടെ കണ്ടില്ലായിരുന്നു, ഏതാണ് ആ ഒരു ക്യാമറയുടെ IP? നമ്മൾ EZVIZ സ്റ്റുഡിയോയിൽ കണ്ട 209, അതിവിടെ കൊടുക്കുക. 209 അങ്ങനെ കൊടുത്ത ശേഷം വീണ്ടും ഒരു കോളൻ ഇടുക. എന്നിട്ട് കൊടുക്കുക നമ്മുടെ പോർട്ട് നമ്പർ 554 എന്നാണ് RTSP പോർട്ട് നമ്പർ. പിന്നെ ഒരു സ്ലാഷ് ഇട്ടിട്ട് H264 എന്ന് കൊടുക്കുക. H264 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ കംപ്രഷനാണ്. ഇപ്പോൾ ഇത് നമ്മളിനി എന്ത് ചെയ്യുക, നമ്മളൊന്ന് കോപ്പി എടുത്തിട്ട് അടുത്തതിലൊന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീമിലും സബ് സ്ട്രീമിലും ഇപ്പോൾ അതേപോലെ തന്നെ എഴുതി കൊടുത്തേക്കാണ്. താഴെ നമുക്ക് യൂസർ ID ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, പാസ്വേഡ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ പാസ്വേഡ് യൂസർ ID മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഓക്കെ എന്ന് അടിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗ്രീൻ ബട്ടൺ ഇവിടെ തെളിഞ്ഞേക്കണം കാണാൻ കഴിയും. അതായത് നമ്മുടെ ക്യാമറ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ലൈവ് വ്യൂ എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ക്യാമറയെ നമുക്ക് കാണാൻ കഴിയും. നോക്കിക്കോ, കണ്ടോ, ഇതാണ് ഒരു ക്യാമറ. ഈ ഒരു ക്യാമറയെ നമുക്ക് ഇവിടെ നിന്ന് റൊട്ടേഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു NVRൻ്റെ ഉള്ളിൽ കൂടെ PTZ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനോ ഒന്നും പറ്റില്ല. കണ്ടോ, ഇത് തിരിയുന്നൊന്നുമില്ല ക്യാമറ. കാരണം ഈ ഒരു ക്യാമറയിൽ ഇവിടെ കൺട്രോളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ക്യാമറ റെക്കോർഡ് ആകുന്നത് നമ്മുടെ NVRയിലൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. റെക്കോർഡ് ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ മാറ്റേണ്ടതായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു CP Plusൻ്റെ NVRയിലേക്ക് ഒരു EZVIZ ക്യാമറേനെ ആഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ടെക്നിക്കൽ വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനൽ ഇട്ടിട്ടുണ്ട്. പല ആൾക്കാരും ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് പോകുന്നതല്ലാതെ ഒരു ലൈക്ക് പോലും അതിനകത്ത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ലൈക്ക് അല്ലെങ്കിൽ ഒരു കമൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്ക്, അതായത് എനിക്ക് ഒരു സന്തോഷം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും കൂടെയാണ് അതിനകത്തോടെ വരുന്നത്, നിങ്ങൾ ഓർക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.